தினமும் முதலில் சீரியலை பார்க்க നിർബന്ധിക്കരുത്, சேனலை താല്പര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്ത് അമ്മേ വീഡിയോவை ലൈക്ക് പറയുന്നത് ചെയ്യുங்கள். മനസ്സിലാവുന്നില്ലേ? വെറുതെ എന്തിനാ നിർബന്ധിക്കുന്നേ? വീടമ്മേ. ദമയന്തി, നീ പിണങ്ങല്ലേ? ഇവള് പ്രത്യേക ഒരു പ്രകൃത. കുഴപ്പമില്ല ഏട്ടാ. ഹരി, വല്യമ്മേ. നമ്മൾ ഇപ്പൊ എടുത്ത ആഭരണങ്ങളുടെ ബില്ല് എത്രയാണെന്ന് നോക്കിയിട്ട് സെറ്റിൽ ചെയ്തേക്ക് മോനെ. ശരി വല്യമ്മേ. സത്യേട്ടാ, ഞങ്ങൾ എന്നാ ഇറങ്ങുവാണേ. ശരി ദമയന്തി, പോയിട്ട് വാ. ആ. ആ ശരി. ഹരി ബാ. ശാരദേ, എന്താ ഏട്ടാ? ദമയന്തിക്ക് എത്ര വലിയ മനസ്സാന്ന് കണ്ടില്ലേ? സത്യം ഏട്ടാ, ആർക്കും കിട്ടാത്ത ഭാഗ്യമാ നമ്മുടെ സിന്ധുവിന് കിട്ടിയിരിക്കുന്നത്. അതവളൊന്ന് മനസ്സിലാക്കിയാ മതിയായിരുന്നു. വഴിയും മനസ്സിലായിക്കോളും. വാ, നമുക്ക് വള വാങ്ങണ്ടേ? ഇവളാര്? ഭൂലോക രമ്പയാ. സത്യേട്ടാ, സത്യേട്ടൻ എന്തോ ആലോചിച്ചിരിക്കുന്നേ? സിന്ധുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവള് ഭർത്താവിന്റെ വീട്ടിൽ പോയാ നമ്മുടെ വീട്ടിൽ പിന്നെ ആളനക്കം ഉണ്ടാവില്ല. ജോലി കിട്ടിയ ഭൈരവിയും ബാംഗ്ലൂരിലേക്ക് പോവും. പിന്നെ നമ്മുടെ വീട്ടില് നീയും ഞാനും മാത്രം. അതോർക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു പിടച്ചല. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. സിന്ധുവിനെ നമ്മൾ ദൂരേക്കൊന്നും അല്ലല്ലോ അയക്കുന്നത്, തൊട്ടടുത്ത് തന്നെയല്ലേ. കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് പോയി കാണാലോ. സിന്ധുവിന് നമ്മുടെ അടുത്തേക്ക് ഓടി വരാം. വെറുതെ ഓരോന്ന് കാട് കയറി ചിന്തിക്കണ്ട. അതും ശരിയാ ശാരദ. കഴിക്ക് സത്യേട്ടാ. ഇന്ന് ആ സ്വർണ്ണക്കടയിൽ വെച്ച് ദമയന്തിയും കാർത്തികേയനും എത്ര മാന്യമായിട്ടാ പെരുമാറിയത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളാ സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ സ്ത്രീധനമായിട്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇവരോ നമ്മുടെ സിന്ധുവിനുള്ള സ്വർണം വാങ്ങിക്കാനാ ഇന്ന് സ്വർണ്ണക്കടയിൽ പോയത്. പൂർവജന്മ പുണ്യം കൊണ്ടാ സിന്ധുവിന് ഇങ്ങനൊരു ബന്ധം കിട്ടിയത്. ശരിയാ സത്യേട്ടാ. ആ കുടുംബത്തിലേക്ക് ചെന്നു കഴിയുമ്പോൾ ദമയന്തിച്ചും കാർത്തികേയനും അവളെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കും. അതിലൊരു സംശയവും വേണ്ട. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഈ നാട്ടിലൊരു പൂച്ചക്കാളി പോലും കാർത്തികേയന് പെണ്ണു കൊടുത്തില്ലല്ലോ. സിന്ധുല്ല അവർക്ക് കിട്ടിയേരാ. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. കാർത്തികേയന് എത്ര കേസുണ്ടെന്നറിയോ? തല്ലും വഴക്കും വെട്ടും കുത്തും അയാളുടെ ജീവിത രീതി. ആൾക്കാർക്ക് അവനെ കണ്ട പേടിയാ. മോന്റെ ആ സ്വഭാവം കവർ ചെയ്യാനാ ദമയന്തി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ. നല്ല മനുഷ്യരൊരിക്കലും അത് വിളംബരം ചെയ്ത് നടക്കാറില്ല. മനസ്സിൽ തിന്മയുള്ളവരാ നല്ലവരാണെന്ന് നാലാളറിയെ കാണിച്ചു നടക്കുക. നീ മിണ്ടരുത്. അവരെ പറ്റി നിനക്കെന്തറിയാടി? ഇന്ന് നിന്റെ അച്ഛനൊരു ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാർത്തികേയന്റെ അച്ഛന്റെ ഔദാര്യം കൊണ്ടാ. ജയേട്ടൻ അന്ന് നമ്മളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ സൗകര്യത്തിൽ ജീവിക്കില്ലായിരുന്നു. അത് മനസ്സിലാക്ക്. വീട് ശാരദേ, കൊച്ചുകുട്ടിയല്ലേ, പക്വതയില്ലാതെ എന്തോ പറഞ്ഞതാ. അവളോടെന്തിനാ നീ തർക്കിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവില്ല. നാളെ സിന്ധു കരഞ്ഞോണ്ട് വീട്ടിലേക്ക് വരുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. അതോർത്ത് നീ വിഷമിക്കണ്ട ഭൈരവി. നിന്റെ ചേച്ചിയുടെ കണ്ണില് ചെറിയൊരു കരട് വീണാ പോലും കാർത്തികേയനും ദമയന്തി നോയിക്കോളും. നോക്കിയേ മതി. കാർത്തികേയനെ പോലെ ഒരു മുരടനെ കല്യാണം കഴിച്ച് സിന്ധു എങ്ങനെ സന്തോഷിക്കാനാ? ഏത് നേരത്ത് ആരുടെ കഴുത്ത് വെട്ടിയിട്ട് വരുമോ കൈ വെട്ടിയിട്ട് വരുമോ എന്ന് പേടിച്ചു പേടിച്ചു വേണ്ടേ അവള് ജീവിക്കാൻ. വീട്ടിൽ കഴിയുന്നതിനേക്കാളും കൂടുതൽ ദിവസം അവൻ ജയിലിലായിരിക്കും. ഞാൻ കാറി പോയിരുന്നോളാം, നിങ്ങൾ കഴിച്ചിട്ട് വാ. എന്ത് സ്വഭാവം ഇത്? ഇവളെ നമ്മൾ എന്താ ചെയ്യാ? സത്യേട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ? സിന്ധുവിനോടുള്ള അവളുടെ സ്നേഹമാ അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നു. നാളെ അവള് നല്ലോണം ജീവിക്കുമ്പോ ഈ ദേഷ്യമൊക്കെ മാറിക്കോറും. ഐഷു, ഐശ്വര്യ, ഇവരുടെ ഒരു കാര്യം. എല്ലാ ജോലി എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ മോളെ. വാ ഐഷു, വാ. എന്താ വല്യമ്മ? ഐഷു, നിന്റെ അമ്മയെ ഒന്ന് വിളിച്ചേ. ദാ ഇപ്പൊ വിളിക്കാം. പിന്നാമ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അമ്മേ, അമ്മേ. വല്യമ്മ അമ്മ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ദാ വരൂ.
കണക്കൊക്കെ കൃത്യാണെന്ന് നോക്കിക്കോണേ. ദമയന്തിയേച്ചി ലക്ഷ്മി ഇങ്ങോട്ടിരുന്നേ. എന്താ ചേച്ചി? ഇതൊക്കെ സിന്ധുവിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. നമ്മൾ എന്തിനാ സിന്ധുവിന് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നേ? അവളുടെ വീട്ടുകാരല്ലേ ആഭരണങ്ങളാണ് ഞമ്മളെ ഇങ്ങോട്ട് അയക്കണ്ടേ? അതൊക്കെ മറ്റുള്ളവരുടെ കുടുംബത്തില്. നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ വരുന്ന മരുമോൾക്ക് നമ്മൾ സകല ഐശ്വര്യങ്ങളും അങ്ങോട്ട് കൊടുക്കുക വേണ്ടത്. നോക്കിക്കേ, ഇത് സിന്ധുവിന് നല്ലോണം ഇണങ്ങില്ലേ? നിന്റെ അഭിപ്രായം എന്താ? അടിപൊളിയാ ചേച്ചി. ഇതൊന്ന് നോക്കി. ജിമിക്ക് ഇതും ഒരു സെറ്റ് റിസപ്ഷൻ ഇടിക്കാന്ന് വിചാരിച്ചു. കൊള്ളാലോ ചേച്ചി. ലക്ഷ്മി മോതിരവും കമ്മലും പാദസരവും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചി, സിന്ധു ശരിക്കും ഭാഗ്യവതിയാ. അവളുടെ അച്ഛനും അമ്മയും പോലും അവൾക്ക് ഇത്രയൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി അവളെ സ്വർണത്തിൽ മുക്കിയെടുക്കാൻ പോവാൻ തോന്നുന്നു. ഇത് മാത്രമല്ല, അവൾ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവള് ചോദിക്കുന്ന എന്ത് ഞാൻ വാങ്ങിക്കൊടുക്കും. ഒരിക്കലും അവൾക്ക് ഒരു കുറവും ഉണ്ടാവരുത്. നമ്മുടെ കുടുംബത്തിൽ ഒരു രാജ്ഞിയെ പോലെ അവള് ജീവിക്കണം. അമ്മേ, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. സാധാരണ കുടുംബങ്ങളിലൊക്കെ അമ്മായിയമ്മയും മരുമോളും കീരിയും പാമ്പും പോലെ ആയിരിക്കുന്ന പറയാറ്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണോ അമ്മ പറയുന്നേ? ഒരിക്കലും ഉണ്ടാവില്ല. സിന്ധു അവളുടെ വീട്ടിൽ ജീവിച്ചതുപോലെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അവൾക്കിവിടെ ഉണ്ടാവണം. ഞാൻ ഒന്നിലും ഇടപെടില്ല. ജനിച്ച വീടിനേക്കാൾ ഈ വീട് അവള് കൂടുതൽ ഇഷ്ടപ്പെടണം. ആ, നടന്നു തന്നെ. ഇതെന്താ? സിന്ധു ആണല്ലോ വിളിക്കുന്നത്. എന്തായിരിക്കും സംഭവം? ആരാ ഹരിഫോണില്? ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാ. ആ, ശരി ശരി. ഈ ആഭരണങ്ങളൊക്കെ അലമാരിയിൽ എടുത്തു വെച്ചേക്ക്. ശരി. ഐശ്വര്യേ, ഗായത്രി, നിങ്ങളും കൂടെ ചെല്ലും. ഇത് അല്ലമ്മേ, നമ്മുടെ സത്യൻ ചേട്ടന്റെ മക്കളിലെ ഒരാള് ശാന്ത സ്വഭാവിയും മറ്റൊന്നാണ് ഈ ഭദ്രകാളിയാണ് അമ്മേ. സിന്ധുവിന്റെ അനിയത്തി ആ ഭൈരവിയില്ലമ്മേ, അവളൊരു രാക്ഷസിയാ. സത്യമായിട്ട് പറയണമ്മേ, അവളെ കെട്ടാമോന്ന ചെറുക്കന്റെ അതോ ഗതിയായിരിക്കും. ദിവസവും അവളുടെ കൂടെ വഴക്കിടാൻ അവന് സമയമുണ്ടാവും. അങ്ങനെയൊന്നും ആവില്ല കേയ. ഭൈരവി വെട്ടൊന്നും മുറി രണ്ടെന്ന് എല്ലാം വിളിച്ചു പറയും. കൊച്ചുകുട്ടിയല്ലേ, കുറച്ചു കഴിയുമ്പോ എല്ലാം പഠിച്ചോളൂ. ആരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ. നഗരത്തിൽ പഠിച്ചിട്ട് വന്നതല്ലേ, ഇവിടുത്തെ ശീലങ്ങളൊന്നും വലിയ പിടിയുണ്ടാവില്ല. അതൊന്നും അല്ലമ്മേ, നായയുടെ പാല് 10,000 കൊല്ലം കുഴലിട്ടാലും നേരാവില്ല എന്ന് കേട്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അവളും അതുപോലെ തന്നെയാ, ഒരിക്കലും നേരാവില്ല. ആരാ ഹരിഫോണില്? ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നതാ. ഞാനൊന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പൊ വരാം. വല്യമ്മ സിന്ധുവിന് വേണ്ടി ഇവിടെ വീടിളക്കി മറിച്ചോണ്ടിരിക്കുക. പക്ഷെ സിന്ധു കേനെ കെട്ടില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ ഒരിക്കലും അത് വല്യമ്മയെ കൊണ്ട് താങ്ങാനായെന്ന് വരില്ല. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എടോ പരമേശ്വര, ആ ചേട്ടാ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊയ്ത്തിനുള്ള ആളുകളിങ്ങെത്തും. നീ വണ്ടിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേര്. ശരി ചേട്ടാ. എന്താ നീ വല്ലാണ്ടിരിക്കുന്നെ? എന്റെ ഭാര്യക്ക് നല്ല സുഖമില്ല ചേട്ടാ. ആശുപത്രിക്ക് കൊണ്ടുപോകണമായിരുന്നു. കയ്യില് പൈസയൊന്നുമില്ല. ഇതിനാണോടാ നീ ഇങ്ങനെ വിഷമിക്കുന്നെ? ഇന്നാ, ഇതിൽ 5000 രൂപയുണ്ട്. ആദ്യം ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി ആശുപത്രിയിൽ കാണിക്കാൻ നോക്ക്. ശരി ചേട്ടാ. കൈ കാശ് കിട്ടിയതും കള്ളുടിക്കാനൊന്നും പോയേക്കല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പണി തീർത്തിട്ട് പോകാൻ നോക്ക്. നമസ്കാരം. ആ, നമസ്കാരം. എന്ത് പറ്റി? എന്തായി വഴിക്ക്? നിങ്ങളുടെ മോള് സിന്ധുവിനെ കാർത്തികേയനെ കൊണ്ട് കെട്ടിക്കാൻ പോണെന്ന് കേട്ടു. അതെ, അതില് തനിക്കെന്താ പ്രശ്നം? കാർത്തികേയന്റെ പ്രകൃതമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിഞ്ഞോണ്ട് എന്തിനാ പെണ്ണിനെ കൊണ്ട് കുഴി ചാടിക്കുന്നേ? നിന്നേക്കാളൊക്കെ കാർത്തികേയനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാ എന്റെ മോളെ ഞാൻ അവന് കൊടുക്കുന്നത്. നിനക്കെന്താ അതില് കാര്യം? അയ്യോ, പറയുന്ന കേക്ക്. നിങ്ങളുടെ മോള് അവനെ എങ്ങാനും കെട്ടിയ ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? അവന്റെ പേരിൽ ഈ സ്റ്റേഷനിൽ എത്ര കേസുണ്ടെന്ന് നിങ്ങൾക്കറിയോ?
അവൻ ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ആരും പെണ്ണു കൊടുക്കാൻ പോകുന്നില്ല. ഏത് നേരത്തും അവനെ കൊന്നു കൊല വിളിക്കാൻ ആളുകൾ കാത്തിരിക്കുക. സ്വന്തം മോളെ അങ്ങനെ ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കുന്ന നിങ്ങളൊരു തന്തയാണോ? പോകുന്ന പോക്കിൽ തന്നെ മോള് വിധവയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാർത്തികേയൻ മറ്റുള്ളവരെ പോലെ അങ്ങോട്ട് പൊല്ലാപ്പിന് പോവാറില്ല. പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മാറി നടക്കുന്നവനുമല്ല. ധീരനായ ആണൊരുത്തനാ ഞാൻ എന്റെ മോളെ കൊടുക്കുന്നത്. കാർത്തികേയന്റെ അടുത്ത് വാലാട്ടാൻ ഒരുത്തനും പറ്റില്ല. അവന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടി ജയിക്കാനേ ഈ നാട്ടിൽ ആണുങ്ങൾ ഉണ്ടോടാ. അപ്പോ മോളെ കൊണ്ട് കുഴി ചാടിക്കാൻ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എന്റെ മോൾ അവനെ കല്യാണം കഴിച്ച അന്തസ്സായിട്ട് രാജകുമാരിയെ പോലെ ജീവിക്കും. എന്റെ മോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന് ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ഉപദേശം വേറെ വല്ലവർക്കും കൊടുക്ക്. ആ കാർത്തികേയൻ എന്റെ അളിയന്റെ കൈയരിഞ്ഞിട്ടവനാ. അപ്പൊ അവന്റെ അനിയത്തിയെ എന്റെ അളിയന് കല്യാണം കഴിച്ചു കൊടുത്താലേ അവനെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഇല്ലെങ്കിൽ പ്രശ്നമാണ് മാഷേ. അവന്റെ കൈയും കാലും എടുക്കാതെ ഞാൻ വിടില്ല. ഈ പ്രസംഗമൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാർത്തികേയനോട് ചെന്ന് പറ. അഴിന്ന് മാറടാ. ഓടാ വന്നേക്കുന്നു ഉപദേശി. ആ പരട്ട കിളവൻ എന്തൊരു അഹങ്കാരാ നോക്കിയേ. ആദ്യം കാർത്തികേയന്റെ കഴുത്തരിഞ്ഞിട്ട് ഇവന്റെ മോളെ താലിയർത്ത് പറഞ്ഞയക്കണം. എന്നാലും ഇവനൊക്കെ പഠിക്കൂ. ഇന്നേട്ടാ. ശരി മോനെ. ഓക്കെ ഏട്ടാ. വാ സ്വാമിജി. പറയച്ചു. ചേച്ചി, ഞാനും സ്വാമിജിയും നമ്മുടെ വീടിന്റെ വാതിക്കുണ്ട്. വന്നു അല്ലേ? നിക്ക്, ഞാൻ വരിക. ചേച്ചി, സത്യനങ്ങള് വീട്ടിലില്ലല്ലോ? ഇല്ലടാ, അച്ഛൻ പുറത്തെവിടെയോ പോയിരിക്കുക. നീ ആ സ്വാമിജി അകത്തേക്ക് പറഞ്ഞേക്ക്. ശരി, വരാം. സ്വാമിജി, ചേച്ചിയുടെ അച്ഛനിപ്പോ വീട്ടിലില്ല. സ്വാമിജി വീട്ടിൽ ചെന്ന് സിന്ധു ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് ഞങ്ങള് പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞേക്ക്. പൊളിച്ചടിക്കേക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അമ്മേ 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 അമ്മേ, എന്താ സിന്ധു? നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ ഒരു സ്വാമിജിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. സ്വാമിജിയോ? സത്യമേ. നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഓം നമ ശിവായ. അടിയൻ ഹിമാലയത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് പദയാത്ര പോവുകയായിരുന്നു. പോകുന്ന വഴി ഭവതിയുടെ ഭർത്താവിനെ ദർശിച്ചായിരുന്നു. അദ്ദേഹമാണ് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മകൾ സിന്ധുവിനെ അനുഗ്രഹിക്കാൻ പറഞ്ഞയച്ചത്. നേരാണോ? വരൂ സ്വാമിജി, അകത്തേക്ക് കയറിയിരിക്കും. ഓം നമ ശിവായ, ഓം നമ ശിവായ. വരൂ സ്വാമിജി. ഓം നമ ശിവായ. സിന്ധു, ഇങ്ങോട്ട് വന്നേ. സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങിക്കേ. ദേ വരികമ്മേ. വാ 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 വാ. സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കേ. ചെല്ലു. എന്നെ അനുഗ്രഹിക്കണം സ്വാമി. ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ. ഇവളുടെ ജാതകം എടുത്തോണ്ട് വരും. ഇതാ കൊണ്ടുവരാം. എന്റെ അമ്മ ശരിക്കും സ്വാമിജിയാന്ന് വിശ്വസിച്ചിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി പറഞ്ഞു. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം ഒന്ന് മുടക്കി തരണേ. മോള് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ആ സ്വാമിജി, ഇതാ. ഓം നമ ശിവായ. എന്താ സ്വാമിജി, വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പോ? വലിയ ഭൂകമ്പമായതിലുള്ളത്. സ്വാമിജി എന്താ ഉദ്ദേശിച്ചേ? ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചാൽ ഇവരുടെ ജീവിതം മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണാവുന്ന ഉറപ്പാ.
നേരാണ് സ്വാമിജി. 10 പൊരുത്തം ഉണ്ടെന്നാണല്ലോ ഞങ്ങളുടെ ജോത്സ്യര് പറഞ്ഞത്. അയാള് കള്ളം പറഞ്ഞതാ. എന്നെ പോലുള്ള ചിലർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. മറ്റുള്ളവരുടെ കണക്കൂട്ടിൽ തെറ്റാ. അയ്യോ, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ ചെയ്യാ? അപ്പോ സിന്ധുവിന്റെയും കാർത്തികന്റെയും കല്യാണം അവരുടെ ജീവിതം നന്നാവില്ലെന്നാണോ? സ്വാമിജി പറയുന്നത് സത്യ. ഈ കല്യാണം നടക്കാനേ പാടില്ല. നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞേക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സിന്ധുവിനെ കാർത്തികേയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടെന്ന്. ദേ ഇപ്പൊ സ്വാമിജി അത് പറഞ്ഞല്ലേ. ഈ കുട്ടി പറഞ്ഞത് ശരിയാണല്ലോ. ആയുഷ്മാൻ ഭവ. നിങ്ങളുടെ മകൾ സിന്ധുവിനും കാർത്തികേയനും ഈ ജന്മത്തിൽ മാത്രമല്ല വരുന്ന ഒരു ജന്മത്തിലും കല്യാണം നടക്കാൻ പാടില്ല. കാരണം എന്താ? ഭൂതഗണവും ദേവഗണവും തമ്മിൽ ചേരില്ല. സിന്ധുവിനെ തേടി ഒരു രാജകുമാരൻ വളരെ പെട്ടെന്ന് തന്നെ വരും. അതുവരെ കാത്തിരിക്കുക. ശാരദേ, അയ്യോ, അച്ഛനെത്തിയോ? ആരാ ശാരദ ഇത്? അപ്പൊ സത്യേട്ടനെ അറിയില്ലേ? സത്യേട്ടനെ അയച്ച സ്വാമിജിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ അയച്ചെന്നു എന്ന് ആരാ പറഞ്ഞ്? ഈ സ്വാമിജി തന്നെയാ പറഞ്ഞത്. അയ്യോ, ഇയാളിപ്പോ വരുമെന്ന് ആരറിഞ്ഞു? ഞാൻ എപ്പോഴാ തന്നോട് പറഞ്ഞ്? പറഞ്ഞിരുന്നു. എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. എന്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു? അതായത് മഹാദേവൻ സ്വപ്നത്തിൽ വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ആജ്ഞാപിച്ചു. അല്ലല്ലോ, കുറച്ചു നേരത്തിന് മുമ്പ് എന്റെ ഭർത്താവ് പറഞ്ഞയച്ചതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോഴെന്താ നിങ്ങൾ മഹാദേവൻ പറഞ്ഞയച്ചതാന്ന് പറയുന്നേ? തന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഒരിക്കലുമില്ല. ഞാൻ ഹിമാലയത്തിൽ നിന്ന് വരുന്ന വഴിയാ. അല്ലല്ലോ. അയ്യോ, അച്ഛൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടുന്നൊന്ന് പോയി താടോ കള്ളസ്വാമി. ഇയാള് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്കൂട്ടാവുന്നതാ നല്ലത്. അടിയൻ യാത്രയാവുകയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം ഒന്നവിടെ നമ നിന്നെ. ശിവായ. സത്യേട്ടാ, സിന്ധുവിനും കാർത്തികേയനും കല്യാണപ്പൊരുത്തം ഇല്ലെന്നാ ഇയാള് പറയുന്നേ. അവര് തമ്മിലുള്ള കല്യാണം നടത്തിക്കൊടുത്താ അവരുടെ ജീവിതം തന്നെ നശിക്കുമെന്നാ ഇയാള് പറഞ്ഞത്. അതെന്താന്ന് ചോദിച്ചേ? അത് ശരി. ജാതക പൊരുത്തം ഇല്ലെന്നോ? 10 പൊരുത്തം ഉണ്ടെന്നല്ലേ നമ്മുടെ ജ്യോത്സ്യര് നാരായണക്കുറുപ്പ് പറഞ്ഞത്? താനെങ്ങനെയാടോ നേരെ തിരിച്ചു പറയുന്നത്? എല്ലാവരും സത്യം പറയുന്നില്ല. സത്യം പറയുന്നവരെ ആരും വിശ്വസിക്കുന്നുമില്ല. കാർത്തികേയന് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഓം നമ ശിവായ, ഓം നമ ശിവായ. അവിടെ അയ്യോ, അച്ഛന്റെ കയ്യിൽ പെടാതെ ഒന്ന് ഓടിപ്പോടോ ഇവിടുന്ന്. എടാ, നീ ആ പാവാട സ്വാമിയല്ലടാ.